ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് മാഗി പുതിയ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൂഡിൽസ് അതിലോട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നൂഡിൽസ് ഇങ്ങനെ തന്നെയാണ് വേവിക്കാറ്. പക്ഷെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നൂഡിൽസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അവർ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്നേ പറയുള്ളൂ. അപ്പോൾ ഞാൻ മാഗി മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൂഡിൽസൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ നൂഡിൽസ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് പറ്റ വറ്റിച്ചെടുക്കരുത്. ഇതിൽ കുറച്ച് ചാറ് പോലെ വേണം. നമുക്കിനി കുറച്ച് മസാലയൊക്കെ റെഡിയാക്കണം. അപ്പോൾ അത്രയും സമയത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി വേണം മാറ്റി വെക്കാൻ. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ചെറുതായിട്ട് കൊത്തി അരിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സവാള വാടി വരാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ പച്ചമുളകും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതൊക്കെ ചേർക്കാട്ടോ. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സ്പൈസി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ചേർക്കണം. അപ്പോൾ മുട്ടയൊന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മുട്ടയിലേക്കും കൂടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മുട്ടയൊന്ന് ചിക്കി എടുക്കുക. ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്ന പരുവാകുമ്പോൾ നമ്മൾ ഇതിലോട്ട് നൂഡിൽസ് വേവിച്ചത് ചേർത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്രേവിയോട് കൂടി വെക്കണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ടേസ്റ്റും കുറച്ച് വ്യത്യാസം ഉണ്ടാവും നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് കുറച്ചും കൂടി സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടിച്ചത് ചേർക്കുക. അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്